ഈ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ജോസഫ് ജോർജ്, ഫുട്ബോൾ കമന്റേറ്റർ, നിരീക്ഷകൻ നമ്മോടൊപ്പം തത്സമയത്ത്. ജോസഫ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സ്പെയിന്റെ പ്രയാണമാണ് ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക്. ഫ്രാൻസിനെ നേരിടാൻ സ്പെയിൻ തയ്യാറെടുക്കുന്നു. ഒരു കൃത്യമായിട്ടുള്ള ഡൊമിനൻസ് ആ മിഡ്ഫീൽഡിൽ നടത്തി തന്നെ സ്പെയിൻ ഇതാ സെമിയിലേക്ക് എത്തി എന്നല്ലേ പറയേണ്ടത്. ബെൽജിയത്തിന്റെ ആ സ്കോർ കാർഡിൽ 2-1 ഉണ്ടെങ്കിൽ പോലും അവിടെ റോദ്രി നയിച്ച ആ മധ്യനിര വളരെ കൃത്യമായ മത്സരത്തെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നില്ല. ജോസഫ്, കേൾക്കാമോ? റൈറ്റ്. എന്നാലും സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിൽ ലമീൻ യമാൽ എന്ന യുവതാരത്തിന്റെ ചില മിന്നലാട്ടങ്ങൾ ഉണ്ടായി. ആദ്യം അല്പം വൈഡായി നിന്നാണ് യമാൽ കളിച്ചത്. പക്ഷേ പിന്നീട് ഉള്ളിലേക്ക് ബോക്സിലേക്ക് കയറാൻ യമാലിന് സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. തന്നെ ജോസഫ് വീണ്ടും റെഡിയാണ്. ജോസഫ്, ഈ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സ്പെയിൻ ബെൽജിയം പോരാട്ടം സ്പെയിനിന്റെ ആധിപത്യമായിരുന്നോ? നന്നായി കളിച്ചു, കുറച്ചുകൂടെ അഗ്രസീവായി കളിച്ചു, ഫസ്റ്റ് ടൈം കളിച്ചു. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാന ഡിഫറൻസ്. അവർ ശരിക്കും റെഡി, ഫൈറ്റിംഗ് ഫോർ എവറി സെക്കൻഡ് ബോൾ. അങ്ങനെ പറയുകയാണെങ്കിൽ 2 ഗോളും വന്ന് നോക്കുക, അത് റീബൗണ്ടിൽ നിന്നാണ് വന്നത്. ഗോൾ കീപ്പർ സേവ് ചെയ്തു, അതിനുശേഷം അവർ ആ പന്ത് എടുത്ത് അവർക്ക് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ആ ഒരു അഡ്വാൻറ്റേജ്. സ്പെയിൻ അങ്ങനെ ശരിക്കും അഗ്രസീവായി കളിച്ചു, നന്നായിട്ട് ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ ഇഷ്ടം പോലെ കളിച്ചു. റോഡ്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അവസാനത്തെ വിന്നിംഗ് ഗോൾ വന്നത് നോക്കുക, പൗ കുബാർസിയുടെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ആയിരുന്നു. അതിന്റെ റീബൗണ്ടിൽ ഫസ്റ്റ് ആരാണ് വന്നത്? മിക്കൽ മെറീനോയും അവിടെ കൂടെ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഈ വില്യംസും ആയിരുന്നു. അപ്പൊ 2 പേര് അറ്റാക്ക് ചെയ്യുന്ന സ്പാനിഷ് പ്ലേയേഴ്സ്. ഫസ്റ്റ് ഗോൾ വന്നതും സിമിലർ, പെഡ്രോ പോറോയുടെ ഒരു അറ്റാക്ക്, അവിടുന്ന് വന്ന ഒരു ക്രോസ്, ഡാനി ഓൾമോയുടെ ഷോട്ട്, അവിടെയും റീബൗണ്ട് തെറിച്ച് വരുമ്പോൾ ആദ്യം ചാടി വീണത് ഫാബിയൻ റൂയിസ്. ചുരുക്കി പറഞ്ഞാൽ സ്പെയിൻ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് പന്ത് വിൻ ചെയ്യണം എന്നുള്ള കൂടുതൽ ആഗ്രഹം അവർ കാണിച്ചു. അതിന്റെ ഒരു റിസൾട്ടും കൂടിയാണ്. പിന്നെ ലമീൻ യമാൽ തിരിച്ച് ഫോമിലേക്ക് വന്നതും അവർക്ക് ഒത്തിരി ആത്മവിശ്വാസം നൽകും. റൈറ്റ്. ലമീൻ യമാൽ ഫോമിലേക്ക് എത്തുന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്താണെങ്കിലും ജോസഫ് സൂചിപ്പിച്ചതുപോലെ സ്പെയിന്റെ ഒരു കൃത്യമായിട്ടുള്ള നിയന്ത്രണ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വളരെ കൃത്യമായി ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു, അതേസമയം തന്നെ ആക്രമണം നടത്തുകയും ചെയ്തു സ്പാനിഷ് സംഘം. അങ്ങനെ രസകരമായിട്ടുള്ള ഫുട്ബോളാണ് കാഴ്ചവെച്ചത്. ഈ സ്പെയിൻ എത്രമാത്രം കരുത്തരാണ് ഫ്രാൻസിനെതിരെ? സ്പെയിൻ ബെൽജിയം മത്സരത്തിൽ വളരെ ഭംഗിയായി തന്നെ സ്പെയിൻ കാര്യങ്ങൾ നിയന്ത്രിച്ചു. മധ്യനിരയുടെ ഒരു ഗംഭീര പ്രകടനമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്പെയിൻ 1-2 ഗോളുകൾക്കാണ് സ്പെയിൻ്റെ ജയം ബെൽജിയത്തിനെതിരെ. ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടുവയ്ക്ക് ഇടയ്ക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷേ മത്സരത്തിൽ അവിടെ സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ ആയി മാറിയ മിക്കേൽ മെറീനോയുടെ 88-ാം മിനിറ്റിലെ ഗോളാണ് അതിൽ ശ്രദ്ധേയമായി മാറിയതും. അങ്ങനെയാണ് മത്സരത്തിൽ സ്പെയിൻ 2-1 ജയം സ്വന്തമാക്കി സെമി ഫൈനലിലേക്ക് മുന്നേറുന്ന സാഹചര്യം ഉണ്ടായത്. റൈറ്റ്. ജോസഫ്, എനിക്ക് തോന്നുന്നു ഈ സ്പെയിൻ്റെ പ്രകടനം അത് ഗംഭീരമായിരുന്നു. ഈ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തു, ഒപ്പം തന്നെ ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ ബോൾ പൊസിഷനും ആക്രമണമൊക്കെ നടത്തി 2-1 രസകരമായ ഫുട്ബോളിന് ശേഷം 2-1 ജയം നേടിയ സ്പെയിൻ എത്രമാത്രം കരുത്തുറ്റ എതിരാളികളാണ് ഫ്രാൻസിന്? സ്പെയിൻ അപരാജിതരായിട്ടാണ് 36 മത്സരങ്ങളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രീക്കിന്റെ ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഡിലാഫിന്റെ കീഴിൽ മേജർ കോമ്പറ്റീഷൻസിൽ 12 വിജയം, 1 സമനിലയും, 1 തോൽവി പോലും ഇല്ല. യൂറോ ചാമ്പ്യന്മാരാണ് നമുക്കറിയാം. അപ്പോൾ ഫ്രാൻസ് ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിന് നല്ല കടുത്ത പോരാട്ടം നൽകാൻ പറ്റുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്ന് തെളിയിച്ചു. കാരണം ഇന്നത്തെ സ്പെയിന്റെ മത്സരം നമ്മൾ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് നല്ല അടിപൊളിയായി കളിച്ചു എന്ന് സിമ്പിൾ ആയിട്ട് പറയാം.
പ്രത്യേകിച്ചും ലമീൻ യമാലും പെഡ്രോ പോറോയുടെ കോമ്പിനേഷൻ റൈറ്റ് ഫ്ലാങ്കിൽ അവർ ശരിക്കും വെള്ളം കുടിച്ചു പോയി. ഡിക്കൂപ്പറിന് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു എന്താ സംഭവിക്കണേ, ലമീൻ യമാലാണോ അതോ പെഡ്രോ പോറയാണോ, ആരെയാ പിടിക്കണ്ടേ. ലമീൻ യമാൽ ഇന്ന് ഇഷ്ടം പോലെ ഡ്രിബിൾ ചെയ്ത് കയറിപ്പോയി. അതുപോലെ തന്നെ പെഡ്രോ പോറോയുടെ ഓവർലാപ്പിംഗ് റണ്ണുകളും അദ്ദേഹത്തിന്റെ കട്ട്ബാക്കിൽ നിന്നാണ് അതിന്റെ ഒരു ഗോൾ വരുന്നത്. അപ്പം ആ ഒരു റൈറ്റ് സൈഡ് വളരെ മനോഹരമായി. അതുപോലെ തന്നെ ഫാബിയൻ റൂയിസിനെ ഇന്ന് ആദ്യം പതിനൊന്നിലേക്ക് കൊണ്ടുവന്നത് പുള്ളി ഫസ്റ്റ് ടൈം കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ പെഡ്രി കളിക്കുന്നതിൽ പെട്ടെന്ന് പന്ത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഫ്ലോ ഇന്ന് കിട്ടി. എതിരാളികൾക്ക് അനുസരിച്ചാണ് ഇന്ന് തന്ത്രം പണിയെന്ന് വ്യക്തം. രണ്ടാം പകുതിയിൽ അതിനുശേഷം പെഡ്രിയൊക്കെ വന്നു. എന്നാൽ ആ ഒരു കോൺഫിഡൻസ്, പ്രത്യേകിച്ചും റൈറ്റിലെ കോമ്പിനേഷൻ. പക്ഷെ കൺസേൺ ലെഫ്റ്റിലാണ്. കുക്കുറയ ലീവ് ചെയ്ത സ്പേസിൽ നിന്നാണ് ആ ക്രോസ് വന്നത്. അത് തന്നെയാണ് ഫ്രാൻസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്പേസും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കും ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ്, ആ ഹാഫ് സ്പേസ് കുറച്ചുകൂടെ നന്നായി കവർ ചെയ്യേണ്ടി വരും. പക്ഷെ റോഡ്രി നന്നായിട്ട് സ്ക്രീൻ കൊടുക്കുന്നു, നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹം. അത് മാത്രമല്ല പന്ത് എടുത്തു കഴിഞ്ഞിട്ട് ഫൈനൽ തേർഡിലേക്ക് നൽകുന്ന ലൈൻ ബ്രേക്കിംഗ് പാസുകൾ പലപ്പോഴും എതിരാളികളെ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പെയിന് നല്ല കട്ടയ്ക്ക് പൊരുതാൻ പറ്റും. ഫ്രാൻസിനുള്ള ഏറ്റവും ശക്തമായ വെല്ലുവിളി ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്പെയിനിൽ നിന്ന് തന്നെയാണ്. അവർ ഒരുപക്ഷെ ഈ മത്സരത്തിൽ ആര് ഫൈനൽ ജയിക്കുന്നു, ഈ മത്സരത്തിൽ ആര് ജയിക്കുന്നു അവർ ഫൈനൽ ജയിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.